ഇന്ന് പറയണത് ഡിവാ സീക്രട്ടിനെ പറ്റിയിട്ടാണ്. ഡിവാ സീക്രട്ട് എന്ന കമ്പനിയാണ്. ആ കമ്പനി മലേഷ്യയിലാണ് അതിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂട്ടൊക്കെ കൊടുക്കുന്നത് ജപ്പാനാണ്. അതിൽ ബെറി കുടുംബത്തിലുള്ള പഴങ്ങളാണ്. അസായി ബെറി, അങ്ങനെയുള്ള ബെറി, സ്ട്രോബെറി ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ബെറി കുടുംബത്തിലുള്ള പഴങ്ങൾ അതിൻ്റെ പൊടി രൂപത്തിലാണ് വരുന്നത്. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഇപ്പം ഇന്ന് പറയണത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അതൊരു 3 പാക്കറ്റ് വാങ്ങി കഴിച്ചു. നല്ല റിസൾട്ട് ഉണ്ട്. നല്ല നമ്മൾ മാറ്റം വരുന്നുണ്ട്, നമ്മുടെ ശരീരത്തിന് തന്നെ പല മാറ്റങ്ങളും വരുന്നുണ്ട്. അപ്പം ഞാനിതിൽ യൂട്യൂബിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് കൂടുതലും മേടിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ബിസിനസ്സാണെങ്കിൽ നല്ല വരുമാനം തരുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ 3000 റുപ്യാണ് അതിൻ്റെ ഒരു ബോക്സിന് MRP വില വരുന്നത്. നമുക്കത് 2500 കിട്ടും. 2500 റുപ്യക്ക് നമുക്ക് ഒരു ബോക്സാണത്. ആ ബോക്സിൻ്റെ ഉള്ളിൽ 11 ഒരു ചെറിയ പാക്കറ്റായിട്ട് ഉള്ളതാണ്. 11 പാക്കറ്റ്. അപ്പോൾ ഒരു ദിവസം കാലത്തും വൈകിട്ടൊക്കെ 2 നേരമൊക്കെ കഴിക്കാം. അത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂണ്ടിൻ്റെ അടിയിലിടുക ഈ സാധനം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഉമിനീരിൽ കൂടെ തന്നെ അലിഞ്ഞു പോകും. അങ്ങനെയാണത് കഴിക്കേണ്ട രീതി. അതിൽ ബിസിനസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ല വരുമാനം കേട്ടോ. ബിസിനസ് എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എടുക്കുന്ന പ്രോഡക്റ്റിനൊക്കെ 450 റുപ്യ വെച്ച് കിട്ടും. കമ്പനി 450 റുപ്യ തരും. നമ്മൾ പ്രോഡക്റ്റ് പുറത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു 500 റുപ്യ ലാഭം കിട്ടും. അപ്പോൾ കമ്പനി 450 റുപ്യ തരും, പുറത്ത് വിറ്റാൽ 500 റുപ്യ കിട്ടും. അപ്പോൾ 950 കിട്ടി. പിന്നെ നമ്മളത് 4 പ്രോഡക്റ്റ് എടുക്കുകയാണെന്ന് ഇരിക്കുക. 4 പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മളൊരു ലൈസൻസ് പോലെ ഒരു ഐഡിയ അടിച്ചിട്ട് എടുക്കുകയെന്ന് വെച്ചെങ്കിൽ നമുക്കത് പിന്നെ കമ്പനി തരാം 675. 675 റുപ്യ കമ്പനി തരും ചെയ്യും. ഈ പ്രോഡക്റ്റ് പുറത്ത് വിറ്റാൽ 500 റുപ്യ വെച്ച് കിട്ടും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം, പുറത്ത് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ. അതേ സമയത്ത് അതൊരു 16 ബോക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 16 ബോക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ എടുക്കുന്ന പ്രോഡക്റ്റിനൊക്കെ കമ്പനി 780 വെച്ച് തരും. 780 റുപ്യ വെച്ചിട്ട് കമ്പനി തരും. പിന്നെ ഈ പ്രോഡക്റ്റ് വിറ്റാൽ 500 തന്നെ. MRP 3000ആണ്. 2500 റുപ്യ നമുക്ക് വില വരണുള്ളൂ. പിന്നെ 1 ലക്ഷം റുപ്യയുടെ പ്രോഡക്റ്റ് നമ്മൾ എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ എടുക്കുന്ന പ്രോഡക്റ്റിനൊക്കെ 900 റുപ്യ വെച്ച് കിട്ടും. ഒരു പ്രോഡക്റ്റ് പിന്നെ കമ്പനി എടുത്താലും 900 റുപ്യ കമ്പനി തരും. ആദ്യം തന്നെ ഒരു 40 ബോക്സ് നമ്മൾ എടുക്കണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെയും വരാം അതിൽ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ലാഭമുണ്ട്. പ്രോഡക്റ്റ് നല്ല റിസൾട്ട് ഉണ്ട്. ഇതിൻ്റെ ഓഫീസ് വരുന്നത് ഇവിടെ ചെന്നൈയിലാണ്. ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഓഫീസ് വരുന്നത് ചെന്നൈയിലാണ്. ഇപ്പോൾ അധികമൊന്നും ആയിട്ടില്ല, ഒരു 5-8 മാസമായിട്ടുള്ളൂ ഇവിടെ ഇന്ത്യയിലേക്ക് വന്നിട്ട്. അപ്പോൾ അതാണ് ഈ കമ്പനി. അപ്പോൾ അത് വാങ്ങി ഉപയോഗിക്കുന്നവരും ബിസിനസ് ചെയ്യാൻ തയ്യാറുള്ളവരും ആണെങ്കിലും എന്നെ വിളിച്ചാൽ മതി. എൻ്റെ നമ്പർ 80 75 51 95 28 ആണ് എൻ്റെ നമ്പർ. അപ്പോൾ വിളിച്ചിട്ട് പ്രോഡക്റ്റ് മേടിക്കുക. പ്രോഡക്റ്റ് മേടിച്ചിട്ട് ഉപയോഗിക്കുക. ഇതെല്ലാം അസുഖങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ട്. നമുക്ക് വേണ്ടിയത് ശരീരത്തിന് കെമിക്കലൊന്നല്ല വേണ്ടിയത്, റെഡിക്കുള്ള ഭക്ഷണമാണ്, ഫുഡ് സപ്ലിമെൻ്റ്. ഇത് ഫുഡ് സപ്ലിമെൻ്റാണ്. അപ്പം നമുക്ക് ശരീരത്തിന് പല കുറവുകളും ഉണ്ടാവും. നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് റെഡിക്കുള്ള ഭക്ഷണമൊന്നും നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ ഈ കെമിക്കലിട്ട ഈ പച്ചക്കറി ഇതൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതൊക്കെ നികത്തും നമുക്ക്. അതാണ് ഇതിൻ്റെ പൊരുൾ. പറയുകയാണെങ്കിൽ ഈ ഫുഡ് സപ്ലിമെൻറ്റിൻ്റെ പൊരുൾ അതാണ്. അതൊന്നും ആരും മനസ്സിലാക്കില്ല. അതെല്ലാം കേട്ടായിരിക്കും ആൾക്കാർ അതാണ് ഇതാണെന്ന് പറയും. പക്ഷെ അതൊന്നും മനസ്സിലാക്കില്ല.
അതാണ്. അപ്പോൾ നമ്മൾ കിട്ടുന്ന പൈസ ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കേണ്ടി വരും. നമ്മൾ ആദ്യം ഇതൊക്കെ പോകുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ വൈറസ്. ഇപ്പോൾ പണ്ടത്തെ കാലമൊന്നുമല്ല. വെള്ളമാണെങ്കിലും വായു ആണെങ്കിലും ഒക്കെ റോട്ടിൽ കാലത്തെ റോഡൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ തോടായിരുന്നു, അതൊക്കെ ഇപ്പോൾ റോഡായി. അപ്പോൾ ഈ റോഡിൽ കൂടെ പോണ വാഹനങ്ങളെ പുക മതി നമുക്ക് ഈ ശ്വസിച്ചിട്ട് ഒരു 1000-2000 സിസർ വലിച്ച ഫലം കിട്ടാൻ. അതൊക്കെയാണ് ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നത് ആൾക്കാർ. ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. പ്രായമുള്ളവരൊന്നും അധികം അങ്ങനെ കുഴഞ്ഞു വീണില്ല. അതുകൊണ്ട് ഈ കുട്ടികൾ ചെറുപ്പമുള്ള പ്രായം കുറഞ്ഞവരൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അതിനൊന്നും ഒരു ഇതില്ല ഇവിടെ. ഇങ്ങനത്തെ വെൽനസ് പ്രോഡക്റ്റ് ഉപയോഗിക്കാന്ന് തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കഥ. ഇത് കഥയല്ല. ഈ മരണം എന്നൊക്കെ പറയണത് നമ്മൾ കേൾക്കണതാണ്. എന്നും പേപ്പറിൽ എടുത്ത് നോക്കിയാലും എല്ലാറ്റിലും ഇങ്ങനെ അറിയണതാണ് ഈ സംഭവം. അവിടെ കുഴഞ്ഞു വീണ് ഇവിടെ കുഴഞ്ഞു വീണ്. ഫോട്ടോക്കെ പറഞ്ഞാൽ ചെറുപ്പം പിള്ളേരെ ഫോട്ടോകളാണ്. പിന്നെ അതാണ് സംഭവം. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് വെൽനസ്സിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് കണ്ടാൽ അത് വാങ്ങി ഉപയോഗിച്ച് നോക്കും. എന്നിട്ടത് ജനങ്ങളിലേക്ക് അറിവ് കൊടുക്കും. ആർക്കാ താല്പര്യം വെച്ച് വാങ്ങി ഉപയോഗിക്കുക. ആരും നിർബന്ധിക്കണമൊന്നുമില്ല. അതാണ്. അപ്പോൾ വിളിച്ച് പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഈ സംസെല്ലാണ് സാധനം. സംസെല്ല് അതും പറയാൻ മറന്നതാണ്. സംസെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കാലമല്ല. പണ്ടൊക്കെ കഷായമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ മെഡിസിനായി. മെഡിസിനൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതിൻ്റേതായ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. നമ്മളിത് സംസെല്ലാണ് അപ്പോൾ അതൊക്കെ കഴിക്കുന്ന രീതി എങ്ങനെ വെച്ചാൽ നാവിൻ്റെ അടിയിലിട്ടിട്ട് ആണ് കഴിക്കുന്നത്. ഈ പൊടി അതൊക്കെ പല രാജ്യങ്ങളിലും അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയിട്ട് വരുന്നതാണ്. ഇത് വരുന്നത് ഈ മലേഷ്യ, സിംഗപ്പൂർ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടുന്ന് അത് വരുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്, നല്ല വരുമാനമുണ്ട്. വാങ്ങി ഉപയോഗിക്കുന്നവർക്കും വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ നല്ല നല്ല റിസൾട്ട് ഉണ്ട്. അതാണ്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒക്കെ ചെയ്യാം. നമുക്കൊരു മനസ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സുണ്ടെങ്കിലേ എന്തും നേടാൻ പറ്റുള്ളൂ. മനസ്സ് വേണം, ആരോഗ്യം വേണം, മനസ്സ് വേണം. കാണുന്നത് നെഗറ്റീവ് തോന്നുമ്പോൾ ആരോഗ്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എന്നെ വിളിച്ചാൽ സാധനം നിങ്ങൾക്ക് അത് പൈസൻ്റെ കിട്ടിയപ്പോൾ സാധനം തരും. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങളും ഈ കേൾക്കുന്നവരൊക്കെ എല്ലാവരും ഒന്നും ബിസിനസ് ചെയ്യൊന്നുമില്ല. എല്ലാവർക്കും അതിൻ്റേതായ ഒരു ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ നമ്പറിൽ വിളിക്കുക. എൻ്റെ നമ്പറിൽ യൂട്യൂബിൽ നോക്കിയാൽ എൻ്റെ നമ്പർ ഉണ്ടാവും. അതിൽ ഞാൻ പറഞ്ഞതും നമ്പർ തന്നെയാണ്, അതും ഒരു നമ്പർ തന്നെയാണ്. അപ്പോൾ വിളിക്കുക. അപ്പം അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ ആരോഗ്യം നോക്കിയാലേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അത് മനസ്സിലാക്കിയിട്ട് വെൽനസ് പ്രോഡക്റ്റിലേക്ക് കടന്നിട്ട് വെൽനസ് പ്രോഡക്റ്റ് വാങ്ങി കഴിക്കാൻ നോക്കുക. അതെനിക്ക് പറയാനുള്ളൂ. അപ്പം നമ്മൾ കുറച്ച് ആരോഗ്യം കൂടുതൽ കിട്ടും നമുക്ക്. ഞാൻ ഈ ഇതിൽ വെൽനസ്സിൽ വർക്ക് ചെയ്യണത് എന്താ, ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കഴിക്കില്ല, ഇത് പുറകോട്ട് പോകും. അപ്പം നമുക്ക് ആരോഗ്യം ഉണ്ടാവും. അപ്പം അങ്ങനെയാണ്. പണ്ടത്തെ പോലെ ഒന്നല്ല. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ചേഞ്ചായി. കാറ്റാണെങ്കിൽ കാറ്റ്, ഇടിയാണെങ്കിൽ ഇടി, മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ, അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നു. അപ്പോൾ മനുഷ്യനായ നമ്മളും മാറാൻ നോക്കുക. അപ്പോഴേ വിജയിക്കുള്ളൂ, ആരോഗ്യം ഉണ്ടാവുള്ളൂ.
കാലാവസ്ഥ ഒക്കെ മാറി, പക്ഷേ നമ്മൾ മാറാൻ തയ്യാറില്ല. അതാ, നമ്മൾ മാറില്ല. നമ്മൾ ഈ മരുന്നും ഇതുമായിട്ട് ഭക്ഷണവും കഴിക്കില്ല, മരുന്ന് മാത്രം മതി. ഈ മരുന്ന് മാത്രം കഴിച്ച് നമ്മളെ ലിവറും ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് വന്ന് നമ്മൾ മരണത്തിലേക്ക് അടുക്കും. അതാണ് ഇപ്പോഴത്തെ തലമുറ. അവർക്ക് മരുന്നേ വേണ്ടി. എത്ര മരുന്ന് ഒരു ദിവസം ഓരോരുത്തർ കഴിക്കണമെന്ന് പറയും. പക്ഷേ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ മരുന്നൊന്നും ഇട്ടിച്ചിട്ട് നാളെ ഒന്ന് കഴിച്ചു നോക്കി നിങ്ങൾ, കഴിക്കാൻ പറ്റുമോ? ഈ സാധനമാണ് അകത്താക്കുന്നത്. ആവശ്യത്തിന് ഇപ്പോൾ കൈ മുറിഞ്ഞ് കാല് മുറിഞ്ഞ് ഹോസ്പിറ്റലൊക്കെ വേണം, മരുന്ന് കഴിക്കണം, ആവശ്യത്തിന് കഴിക്കണം. പക്ഷേ അമിതമായിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിക്കണ പോലെ ആൾക്കാർ മരുന്ന് കഴിക്കുന്നത്. ഗുളികയൊക്കെ ചിലവരെടുത്ത് കഴിക്കണ നോക്കണം. ഒരു 5, 10, 12 തരം മരുന്നുകൾ. ഇതൊക്കെ ചെന്ന് ഈ ആളൊന്നും അധികം ജീവിച്ചിരിക്കില്ല. അതാണ്. ഡോക്ടർമാരുടെ അടുത്ത് ചെന്നാൽ ഡോക്ടർമാർ പിന്നെ മരുന്ന് എഴുതാണ്ടിരിക്കില്ല. ചെന്ന ആൾക്ക് എന്തെങ്കിലും തോന്നൂലേ? കാരണം അവർ മരുന്ന് എഴുതും, അവരും കുറ്റം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഒക്കെ നമ്മുടെ ശരീരത്തിന് എന്ത് കൊടുക്കണം. നല്ല ഫുഡ്, നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാലം ജീവിച്ചു. പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ല, ഒരു 120 വരെ, ഞാൻ 126 വയസ്സായ ഒരു ചെറിയനെ കണ്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. ഇന്നൊന്നും അങ്ങനത്തെ ആൾക്കാർ എവിടെയും കാണില്ല. അന്ന് അവരെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എല്ലാ കാര്യം ചെയ്തായിരുന്നു. ഈ 126 വയസ്സാകുമ്പോൾ എന്താ വെച്ചാൽ അന്ന് അവരെ വീടിൻ്റെ അവിടേക്ക് വണ്ടികൾ വരില്ല. അപ്പോൾ അവർ ശ്വസിച്ചിട്ടില്ല. അവർ നല്ല വെള്ളം കുടിച്ചായിരുന്നു, നല്ല ഭക്ഷണം കഴിച്ചായിരുന്നു. അതുകൊണ്ടാണ് അത്രയും അവർ കാലം ജീവിച്ചിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനത്തെ ആൾക്കാരൊന്നും കാണുന്നില്ല. അതെന്തുകൊണ്ടാണ്? മാറ്റം വന്നപ്പോൾ നമുക്കും മാറ്റം വന്നു. അതാണ് സംഭവം. അപ്പം അതിന് നല്ല ഫുഡ് ഒക്കെ ഉള്ളത് വെൽനെസ്സിലേക്ക് മാറുക. മറ്റേത് ഇൽനെസ്സാണ്. ഇൽനെസ് എന്ന് പറഞ്ഞാൽ അസുഖം വന്നിട്ട് ചികിത്സിക്കുക. ഇത് വെൽനെസ് എന്ന് പറഞ്ഞാൽ അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുക. അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വെൽനെസ് പ്രോഡക്റ്റുകൾ നമ്മൾ കഴിക്കുക. അപ്പം നമുക്ക് ആരോഗ്യം ഉണ്ടാവും. ഇതാണ് ഇതിലേക്ക് മാറുക. അതന്നെ ഒരു ലക്ഷ്യമുള്ളൂ. ഇപ്പോൾ വെൽനെസ് പ്രോഡക്റ്റുകളൊക്കെ ഗവൺമെൻറ് ഒക്കെ ലീഗലാണ്. അതാണ് ലീഗലായിട്ടുള്ള സാധനമാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ വാങ്ങി കഴിക്കുക, രക്ഷ കിട്ടും. എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നിർത്താം.